നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗസയിൽ ഇസ്രായേൽ തുടരുന്ന മനുഷ്യത്വരഹിത ആക്രമണത്തിന് മറുപടിയായി യമനിലെ ഹൂതികൾ ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെ ആക്രമണം ശക്തമാക്കിയതോടെ സർവീസുകൾ നിർത്തിവെച്ച കൂടുതൽ ഷിപ്പിംഗ് കമ്പനികൾ. ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനികളായ മെർസെക്, ഹപാങ് ലോയ് എന്നിവ ചെങ്കടലിലൂടെയുള്ള സർവീസ് നിർത്തിവെക്കുന്നതായി വെള്ളിയാഴ്ച പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് പ്രമുഖ കമ്പനികളായ ഇറ്റലിയുടെ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി, ഫ്രാൻസിന്റെ CMA-GCM എന്നിവയും സർവീസ് നിർത്തിവെക്കുകയാണ് എന്ന് അറിയിച്ചത്. ലോകത്തെ വാണിജ്യ കപ്പൽ ഗതാഗതത്തിന്റെ 40% ചെങ്കടൽ വഴിയാണ് നൽകുന്നത്. ചെങ്കടലിനെയും മെഡിറ്ററേനിയൻ കടലിനെയും ബന്ധിപ്പിക്കുന്ന സൂയസ് കനാൽ ലോകത്തിലെ തന്നെ ഏറ്റവും തിരക്കേറിയ കപ്പൽ പാതയാണ്. ചെങ്കടൽ വഴിയുള്ള കപ്പൽ നീക്കങ്ങൾ പ്രതിസന്ധിയിലാക്കുന്നത് ഇസ്രായേലിന് മേൽ വലിയ അന്താരാഷ്ട്ര സമ്മർദ്ദം ഉണ്ടാക്കും. ഗസയിൽ ആക്രമണം അവസാനിപ്പിക്കാത്ത പക്ഷം ഇസ്രായേലിലേക്കുള്ള എല്ലാ കപ്പലുകളെയും അത് ഏത് രാജ്യത്ത് നിന്നുള്ളതാണ് എന്നത് പരിഗണിക്കാതെ ലക്ഷ്യമിടുമെന്ന ഹൂതികൾ ഉദ്ധരിച്ച് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. വിവിധ കപ്പലുകൾക്ക് നേരെ ഇവർ ആക്രമണം നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇസ്രായേലിനായി അസംസ്കൃത എണ്ണ എത്തിക്കുന്ന നോർവീജിയൻ വാണിജ്യ കപ്പലിന് നേരെ ഹൂതികൾ റോക്കറ്റ് ആക്രമണം നടത്തിയിരുന്നു. 25 ജീവനക്കാരുമായി കഴിഞ്ഞ മാസം റാഞ്ചിയ ഇസ്രായേൽ കമ്പനിയുടെ ഗാലക്സി ലീഡർ എന്ന ചരക്ക് കപ്പൽ ഇപ്പോഴും ഹൂതികളുടെ പിടിയിലാണ്. അതേസമയം ഹൂതികളുടെ 14 ആക്രമണ ഡ്രോണുകൾ ചെങ്കടലിൽ വെടിവെച്ച് വീഴ്ത്തിയതായി US സൈന്യം അവകാശപ്പെട്ടു. ഒരു ഡ്രോൺ വീഴ്ത്തിയതായി ബ്രിട്ടനും അവകാശപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഇത്തരത്തിൽ ഇസ്രായേലിനെ കഴിഞ്ഞ മാസം പിടിച്ചുവെച്ച 25 ജീവനക്കാർ ഉൾപ്പെടെ ഇന്ത്യക്കാർ ഉൾപ്പെടെ അതിനകത്തുണ്ട് എന്ന മറ്റൊരു വാസ്തവമാണ്. ആ 25 ജീവനക്കാരുമായി പിടിച്ചു വെച്ചിട്ടുള്ള ആ കപ്പൽ ഇതുവരെയും ഹൂതികൾ വിട്ടയച്ചിട്ടില്ല എന്നതുകൂടി വ്യക്തമാണ്. കരയിൽ മാത്രമല്ല കടലിലും വൻതോതിൽ യുദ്ധം ശക്തി പ്രാപിക്കുമ്പോൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അത് അപകടകരമാം വിധം ഒരു വളർച്ച ഉണ്ടാകുന്നു. യുദ്ധത്തിന്റെ വളർച്ച ഉണ്ടാകുമ്പോൾ അത് മറ്റുള്ളവരെ ബാധിക്കുന്നു എന്നതിൽ സംശയമില്ല. എന്തായാലും ഈ കപ്പൽ റാഞ്ചുന്നതും കപ്പൽ പിടിച്ചു വെക്കുന്നതും പല രീതിയിൽ ഇസ്രായേൽ തടയാൻ ശ്രമിച്ചുവെങ്കിലും ഹൂതികൾ വലിയ തോതിൽ തന്നെയാണ് മുന്നറിയിപ്പുമായി മുന്നോട്ട് പോകുന്നത്. ഏറ്റവും ഒടുവിലായി യമനെ തൊട്ട് കഴിഞ്ഞാൽ വെറുതെ ഇരിക്കില്ല എന്നും ഹൂതികൾ ഇപ്പോൾ ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്തായാലും ഇവരെയൊക്കെ തന്നെ ആദ്യം ഈ ഹമാസിനെ, പിന്നീട് ഹിസ്ബുള്ളയെ, അതിനുശേഷം ഹൂതികളെ എന്നുള്ള തരത്തിലെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാമെന്നാണ് ഇപ്പോൾ ഇസ്രായേൽ പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. പക്ഷേ അപ്പോഴും ചെങ്കടലിലെ വലിയ ഭീഷണിയായി ഉയരുന്ന ഹൂതികളെ നിലംപരിശാക്കേണ്ട ആവശ്യം ലോകരാജ്യങ്ങൾക്ക് ഉള്ളതായി ഉള്ള ഒരു ആവശ്യകത വളർന്നു വരികയാണ് നിലവിൽ.